ഉപ്പുണ്ടോ? ഇത് നമ്മൾ ഒരു അവിൽ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മളിങ്ങനെ ഒരു വെയിലൊക്കെ അടിച്ചപ്പോൾ നമുക്കൊരു തോന്നൽ ഒരു നല്ല തണുത്ത് എന്തെങ്കിലും കഴിക്കാന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം മാംഗോ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാൻ ട്രൈ ചെയ്തപ്പോൾ മാംഗോ ഇല്ല. പിന്നെ നമ്മളുള്ള സാധനം അവിലായിരുന്നു. പിന്നെ അങ്ങനെ നമ്മളിന്ന് ഒരു അവിൽ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കും എന്നുള്ള പ്ലാനിലാണ്. അപ്പം നമ്മുടെ ഒരു വെറൈറ്റി സ്റ്റൈലിൽ നമ്മുടെ കൊല്ലംകാരുടെ സ്റ്റൈലിലായിരിക്കും ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി നമ്മുടെ അവിൽ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനലിൻ്റെ പേര് ടൈം ട്രാവൽ ഡേയ്സ് എന്നാണ്. സോ അതൊന്ന് മാറ്റി പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഒരു വ്ളോഗ് എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് മൊത്തത്തിൽ ഇപ്പോൾ എന്തൊക്കെയോ ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചാനലിൻ്റെ പേര് നമ്മളൊന്ന് മാറ്റി പിടിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിലൊരു പേരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പേരുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ അവിൽ മിൽക്ക് ഷേക്കിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മളിനി അവിൽ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ പോകും ഗൈസ്. ഓക്കെ, നമ്മുടെ അവിൽ മിൽക്ക് ഷേക്കിന് വേണ്ടിയിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അവിലെടുത്തിട്ടുണ്ട്, പഴമുണ്ട്, പാല് കട്ടിയായതുകൊണ്ട്, പിന്നെ നമ്മൾ ഹോർലിക്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ബൂസ്റ്റ്. അപ്പോൾ ഈ ഹോർലിക്സിൻ്റെ ബൂസ്റ്റിൻ്റെ സംഭവം എന്താണെന്ന് വഴിയെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ അവിലൊന്ന് നമുക്ക് ജസ്റ്റ് പാനിലിട്ടൊന്ന് ചൂടാക്കണം. ഗൈസ്, നമ്മൾ നമ്മുടെ അവില് ഇനി ചൂടാക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് നമ്മുടെ പാൻ തന്നെ കാണിക്കും. നമ്മുടെ പാൻ നമ്മളിവിടെ എടുത്ത് വെച്ചേപ്പുണ്ട്. ഇതിലേക്ക് നമ്മൾ നമ്മുടെ അവിലിട്ട് ഒരു ചെറിയ ബ്രൗണിഷ് കളർ ആകുന്ന വരെ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് നമ്മളെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ കേക്കമ്മായി ഇവിടെ ഉണ്ട്. കേക്കമ്മായി ചെറിയൊരു ബ്രൗണിഷ് ഇതാകുന്ന വരുന്നത് നമ്മളൊന്ന് ഇളക്കുക. അത്രയും ബ്രൗണിഷ് ആവണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാകണം. നമ്മളെ അല്ലാതെ ഇത് ഇങ്ങനെ ചൂടാക്കാതെ നമ്മൾ ഇതിലിടുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒരു ക്രിസ്പിനെസ് ഉണ്ടല്ലോ, അത് കിട്ടത്തില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് വേണം അവലെപ്പോഴും അവിൽ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് വലുതാക്കി നമ്മൾ ബ്രൗണിഷ് ആക്കുന്നില്ല. അപ്പോൾ ഇത്രയും മതി. ഇത്രയും നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. ഗൈസ്, അടുത്തതായിട്ട് നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പാൽ നമ്മൾ കട്ടിയാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഇതും നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ട് നമ്മുടെ പഴവുമായിട്ട് വേണം അടിച്ചെടുക്കാൻ. ഇത് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു അവിൽ മിൽക്ക് ഷേക്ക് ആയിരിക്കും. നമ്മുടെ കൊല്ലംകാരുടെ സ്റ്റൈൽ പറയും, അല്ലെങ്കിൽ മലബാറി സ്റ്റൈല്, പിന്നെ അവിടുത്തെ കോഴിക്കോട് സ്റ്റൈൽ എന്നൊക്കെ പറയും. പക്ഷേ ഇത് നമ്മുടെ കൊല്ലംകാരുടെ വെറൈറ്റി ആയിരിക്കും. കണ്ടോളൂ. പാല് നമ്മളിവിടെ എടുത്ത് കട്ടിയാക്കിയത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പഴം ഇടാൻ വേണ്ടി പോവുകയാണ്. ഇട്ടോട്ടെ, ടിഷ് പഴം ഇട്ടു. നമ്മളൊരു 2 പഴം ഇട്ടാൽ മതി. ഒരുപാട് പഴമാകുമ്പോൾ പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് ആയിപ്പോൾ. അപ്പോൾ നമ്മൾ 2 പഴം എടുത്തിട്ടുള്ളൂ. ഇനിയാണ് നമ്മൾ സാധാരണ നമ്മൾ ഷേക്ക് അടിക്കത്തില്ലേ, നമ്മൾ ആ ഷേക്ക് അടിക്കുന്ന പോലെ നമ്മൾ ഈ ഹോർലിക്സ് നമ്മൾ കട്ട് ചെയ്തിടാൻ വേണ്ടി പോകണം. അല്ല, ഹോർലിക്സും പൊട്ടിച്ചിടണം. എന്തൊക്കെയാണ് നമ്മൾ രണ്ടാമത്തെ കവർ നമ്മൾ പൊട്ടിച്ചിട്ടേപ്പുണ്ട് കേട്ടോ. അപ്പോൾ വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു അവിൽ മിൽക്ക് ഷേക്ക് ആയിരിക്കും നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഗൈസ്. അപ്പം നമ്മൾ പഞ്ചസാരയും കൂടി ഇടാൻ വേണ്ടി പോവുകയാണ് ഇതിലേക്ക്. പഞ്ചസാര ഇട്ടു. ഒരു 3-4 സ്പൂണായെന്ന് തോന്നുന്നു കേട്ടോ. അത്രയും മതി. മതി. ഇനിയിപ്പോൾ 5 സ്പൂണായെന്ന് തോന്നുന്നു. ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. കോമ്പടിയേക്കട്ടെ. ഇനി കുറച്ച് മധുരം ഉണ്ടോന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ. ഉപ്പുണ്ടോ? മധുരമുണ്ട്. നമ്മുടെ അവിൽ മിൽക്ക് ഷേക്കിൽ വേണ്ടിയിട്ടുള്ള നമ്മുടെ പാല് നമ്മൾ കട്ടിയാക്കിയിട്ടുള്ളത് പഴവും ചേർത്ത് നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മുടെ അവിൽ ഇതിനകത്തോട്ട്. അവിൽ നമുക്ക് ഇത്ര ഇതിനുണ്ട് ആവശ്യമുണ്ടോ? കുറച്ചിട്ടാ പോരെ? ആ, അങ്ങനെ നമ്മുടെ അവിൽ നമ്മുടെ പാത്രത്തിലേക്ക് നമ്മൾ ഇടാൻ പോവുകയാണ് പ്ലീസ്. ഇടൂ. ആഹാ, അപ്പോൾ നമ്മുടെ അവിലിവിടെ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന പാലുണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ഇടാൻ വേണ്ടി പോവുകയാണ്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ അവിൽ ഐസ്ക്രീമായോ? ഞാൻ ഇങ്ങനല്ലല്ലോ ഉദ്ദേശിച്ചത്. ഇങ്ങനെയൊക്കെയല്ലേ ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സൂപ്പറാ. നമ്മളിങ്ങനെ കണ്ട നന്നായിട്ട് മിക്സ് ചെയ്യണം. കളിക്ക് ഞാൻ വിചാരിച്ചത് പരാജയമായിരിക്കും. കണ്ടോ,
നമ്മൾ ഇടയ്ക്കൊന്ന് പതറിയെങ്കിലും ഇപ്പോൾ ഇത് ശരിയായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അവല് ഷെയ്ക്ക് ഇത് റെഡി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇടണം. നമ്മൾ അണ്ടിപ്പരിപ്പ് ഇടാൻ വേണ്ടി പോവുകയാണ്. വളരെ കുറഞ്ഞ രീതിയിലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അവൽ മിൽക്ക് ആയിരിക്കും നിങ്ങൾ കാണുന്നത്. ഇത് രണ്ടു മൂന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ അത്രയൊന്നും വേണ്ട, കുറച്ചൊക്കെ നമുക്ക് ഇടയ്ക്ക് കഴിക്കാം. ഈ അണ്ടിപ്പരിപ്പെല്ലാം അങ്ങോട്ട് പോവുകയാണ്. ഗൈസ്, നമ്മൾ ഈ ബൂസ്റ്റ് എടുത്ത് എന്തിനാണെന്നറിയോ? ഇത് നമ്മൾ ബൂസ്റ്റിൽ ഒരു ഇച്ചിരി വെള്ളം ചേർത്തിട്ട് നമ്മളിങ്ങനെ മെൽറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കിയെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഒരു ഗാർണിഷിങ്ങിന് വേണ്ടി മാത്രമാണ് കേട്ടോ, എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടി. അതുകൊണ്ട് എന്നിട്ട് ഇത് നമ്മൾ എന്താ ചെയ്യണം, ഇത് നമ്മുടെ ഈ ഗ്ലാസ്സിലേക്ക് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. കൊള്ളല്ലേ, അടിപൊളി. നമുക്കൊരു ജ്യൂസ് കട തുടങ്ങിയാലോ, ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഇത്ര ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ ഷേക്കിനി ഒഴിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ബാക്കി വെച്ചിരുന്ന കുറച്ച് അണ്ടിപ്പരിപ്പുണ്ട്, അതുകൂടി ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കി ഒരു ഇച്ചിരി കൂടെ നമ്മൾ മാറ്റി വെച്ചാൽ കൊണ്ടുവരണം കേട്ടോ. അതെടുത്ത് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെയും വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് അവൽ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ ഗൈസ്. കണ്ടോ, ഇത്ര മനോഹരമായിട്ട് നമ്മളോട് ഗാർണിഷ് ചെയ്ത് വെച്ചിരിക്കുന്നു. നോക്കിയിട്ട് ബാക്കി പറയാം. ഇല്ല, ഇത്രയും മതിയുടെ, ഇത് നമുക്കിനി വേണ്ട ഗൈസ്. ഇനി ഇത് ടേസ്റ്റ് ചെയ്യുന്ന ചടങ്ങാണ്. ഈ ചടങ്ങിലേക്ക് ഞാൻ എന്നെ തന്നെ സ്നേഹപൂർവ്വം ക്ഷണിപ്പിക്കുന്നത്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് മൊത്തം കുടിച്ചു തിന്നാണ് എനിക്ക് ഇതിനെപ്പറ്റി വളരെ വ്യക്തമായ കാര്യമായ ഒരു അഭിപ്രായം എനിക്ക് പറയാൻ പറ്റുന്നു. അടിപൊളിയാണ്. ഞാൻ പറഞ്ഞല്ലോ, വളരെ സിമ്പിളായിട്ടും എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഷേക്കാണ് നമ്മുടെ ഇന്നത്തെ അവൽ മിൽക്ക് ഷേക്ക്. അപ്പം നമ്മുടെ കൊള്ളക്കാരുടെ സ്പെഷ്യലാണ്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിലും നിങ്ങൾക്ക് നിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. വളരെ ബഡ്ജറ്റ് ഫ്രീ ആയിട്ടും ഈ ഒരു ചൂട് സമയത്ത് എന്തായാലും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളി സാധനം. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട ജസ്റ്റ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്. ബാ, ഇനി ഞാൻ അടുത്തത് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ലച്ചൂർ സീതുവിനെ. ഇറക്കിയിട്ട് അഭിപ്രായം പറ. ഇച്ചിരി കുടിച്ചു നോക്കൂ. രഞ്ജിതയ്ക്ക് ഇത് വേണ്ടെന്ന് പറഞ്ഞു, കാരണം രഞ്ജിതയ്ക്ക് പനിയാണ്. അപ്പോൾ രഞ്ജിതയ്ക്ക് ഒരിക്കലും നമ്മളത് കൊടുത്ത് നമ്മളെ വീണ്ടും പനി കൂട്ടുന്നതായിരിക്കില്ല. രഞ്ജിതയ്ക്ക് വേണ്ടി സ്നേഹപൂർവ്വം ഞാൻ തന്നെ ഇത് കുടിക്കുകയാണ്. പനിയെ കൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങളിത് കുടിക്കുകയാണ്. ഞാനുണ്ട്. അയ്യാ, എന്തിനാ കച്ചുന്നേ? Okay, bye bye. See you guys.